സോ നമ്മൾ സർഫസ് ഏരിയ ആൻഡ് സർഫസ് ഇൻ്റഗ്രൽ എന്നുള്ള സെഷനിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചൊന്നും കൂടെ ഒന്ന് ആലോചിക്കുക. ലൈൻ ഇൻ്റഗ്രൽ പഠിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? അപ്പോൾ ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ പറഞ്ഞു, ആർക്ക് ലെങ്ത് പറഞ്ഞു, എന്നിട്ടാണ് ലൈൻ ഇൻ്റഗ്രൽ പറഞ്ഞത്. ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ ഡി എസ് നമ്മൾ ഡിറൈവ് ചെയ്ത് ഓർക്കുന്നുണ്ടാവും. ഡി എസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. നമ്മുടെ ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ഓർമ്മ കിട്ടും എന്താ സംഭവം എന്ന്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവിടുത്തെ ആർ എന്ന് പറയുന്നത്, ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, പാരാമെട്രൈസ്ഡ് വെക്റ്റർ ഇക്വേഷൻ ആയിരുന്നു. പാരാമെട്രൈസ്ഡ് വെക്റ്റർ ഫംഗ്ഷൻ ഓഫ് ദ കർവ് സി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ കർവിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ്റെ ലെങ്ത് ഡി എസ് എന്ന് ഡിനോട്ട് ചെയ്ത ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ നമ്മൾ ഡിറൈവ് ചെയ്തു. എന്നിട്ട് ഈ ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യലിനെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങി എൻഡ് പോയിന്റ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആർക്ക് ലെങ്ത് കിട്ടും, അതായത് ലെങ്ത് ഓഫ് ദി കർവ് കിട്ടും എന്ന് പറഞ്ഞു. ലെങ്ത് ഓഫ് ദി കർവ് സി എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ദി ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽസ് അലോങ് ദ കർവ് സി ആണ്. And since arc length differential ds is modulus of dr by dt, so when you parameterize the curve C, if parameter domain is closed interval AB, the parameter domain T has domain AB. Then this is the length of the curve C, integral over C ds or integral a to b modulus of dr by dt. And using that, after finding the arc length of the curve കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ arc length differential തന്നെ വെച്ചിട്ടാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രലും പറഞ്ഞത്. ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we parameterize the curve C, and if the parameter T has the domain AB, closed interval AB, we integrate integrate along that interval AB. We write this function f in terms of the parameter T, and ds is the arc length differential, and we have it is equal to modulus of dr by dt, where r is the parametric vector function of the curve C. ഇങ്ങനെയാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ഡിറൈവ് ചെയ്തത് അല്ലെങ്കിൽ പഠിച്ചത്. We started from arc length differential, then integrating the arc length differential you will get the length of the curve C, and that is known as the arc length of the curve C, curve in the length. And after that ഒരു ഫംഗ്ഷനെ along the curve C integrate ചെയ്യണമെങ്കിൽ, so line integral അല്ലെങ്കിൽ contour integral അല്ലെങ്കിൽ integral along a curve എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആദ്യം ഇനി സർഫസ് ഇൻ്റഗ്രൽ പറയാൻ നേരം. സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ഓവർ എ സർഫസ് ആണ്. സോ നൗ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് എ ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചത് ടു ഇൻ്റഗ്രേറ്റ് എ ഫംഗ്ഷൻ അലോങ് എ കർവ് സി. ഇതിന് പകരം നമ്മൾ ഇനി പറയാൻ പോകുന്നത് we have to integrate a function over a surfaces. ഒരു സർഫസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഒരു ഫംഗ്ഷനെ. അപ്പോൾ ഒരു ഫംഗ്ഷനെ സർഫസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. സർഫസ് ഇൻ്റഗ്രൽ മീൻസ് ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ, ത്രീ വേരിയബിൾ ഫംഗ്ഷൻ ഓവർ എ ത്രീ ഡയമെൻഷണൽ സർഫസ് എസ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതേപോലെ ആർക്ക് ലെങ്ത് പോലെ, ഇവിടെ ഇതൊരു കേർവിനെ പറ്റിയാണ് പറഞ്ഞത്. കേർവിൻ്റെ ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ, കേർവിൻ്റെ ലെങ്ത്, കേർവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു ഫംഗ്ഷനെ. ഇതേപോലെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് സർഫസ് ആണ്. You have a surface in the three-dimensional space.
എനിക്ക് സർഫസ് എന്ന് പറഞ്ഞാൽ വരക്കാനൊന്നും വലിയ പിടുത്തില്ല. സർഫസ് ഒരു സർഫസ് ആണെന്ന് വിചാരിക്കും, 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു സർഫസ്. സോ ഇതിൽ നമുക്ക് ഇതേപോലെ ആദ്യം സർഫസ് ഏരിയ, അതിനു മുന്നേ സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ വേണം. സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തോമസ് കാൽക്കുലസ് റെഫർ ചെയ്യാം. അത് കുറേ ഉണ്ട് പറയണമെങ്കിൽ, കുറേ സമയം എടുക്കും. സർഫസ് ഏരിയ ആൻഡ് ദെൻ സർഫസ് ഇൻ്റഗ്രൽ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, സോ സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ ഡിനോട്ട് ചെയ്യുന്നത് ഡി സിഗ്മ എന്നാണ്. ഡി എസ് ഫോർ ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ ആൻഡ് ഡി സിഗ്മ ഫോർ സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ. ഇതിലെ ഒരു കുഞ്ഞ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ d sigma, and if you integrate this d sigma surface area differential over the surfaces, you will get the surface area of the surfaces. In the surface area, surface area means area of the surfaces. So it is given by integrating the surface area differential over the surfaces. And integral of a function over a surfaces, a 3 variable function f over a surfaces is denoted by integral of f over s. So double integral over s, f surface ആയതുകൊണ്ട് d sigma എഴുതു. ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ 2 മെത്തേഡ് പഠിക്കുന്നുണ്ട്, 2 മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതിൽ ഏത് മെത്തേഡെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ 2 മെത്തേഡും പറയാം. എല്ലാ പ്രോബ്ലംസും വേണമെങ്കിൽ 2 മെത്തേഡിലും ചെയ്ത് കാണിക്കാം, നോ പ്രോബ്ലം. പക്ഷേ 2 മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡിൻ്റെ പേര്, ഒന്ന് പ്രൊജക്ഷൻ മെത്തേഡ്, ഞാൻ പേരിങ്ങനെ പറയുന്നുള്ളൂ, അങ്ങനെ ഒരു പേരൊന്നും പറയാനില്ല, ഞാനൊരു പേര് പറയുന്നു, പ്രൊജക്ഷൻ മെത്തേഡ്. വേറൊന്ന് പാരാമീറ്ററൈസേഷൻ മെത്തേഡ്. ഓക്കെ, ഇതിൽ എന്താണ് പ്രീ റിക്വിസിറ്റ്സ് എന്ന് ചോദിച്ചാൽ, പ്രൊജക്ഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ ഒരു സർഫസിൻ്റെ ഇക്വേഷൻ തന്നാൽ അത് ആ സർഫസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് ഇമാജിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. സർഫസ് എങ്ങനെയാണ്, ആ സർഫസ് എങ്ങനെ ഇരിക്കുമെന്ന്, അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. എന്നാലേ നിങ്ങൾക്കത് എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തായിരിക്കും എന്ന് അറിയാൻ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ ഫോർമുല ഇങ്ങനെ പറയാം. സർഫസ് ഏരിയ ഡിഫറൻഷ്യലിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്. പ്രൊജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഫോർമുല ഇതാണ്: ഡി സിഗ്മ ഇസ് ഈക്വൽ ടു മോഡ് ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡ് ഡെൽ എഫ് ഡോട്ട് പി ഡി എ. എന്താണ് ഈ എഫും ഇതൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സർഫസ് എസിൻ്റെ ഇക്വേഷനാണ്. സർഫസ് എസ് ഇസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ f of x, y, z is equal to something, some c, അല്ലെങ്കിൽ 0 എന്നോ അല്ലെങ്കിൽ സം കോൺസ്റ്റൻറ്റ് c എന്നാണ് സർഫസിൻ്റെ ഇക്വേഷൻ എങ്കിൽ, സർഫസിൻ്റെ ഇക്വേഷനിൽ വരുന്ന ആ ഫങ്ഷനാണ് എഫ്. ഓക്കെ, അതാണ് എഫ്. ഇനി വാട്ട് ഇസ് പി എന്ന് വെച്ചാൽ നമ്മൾ സർഫസ് എസിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യും. സോ ഞാൻ അതിനെ ആർ എന്ന് വിളിക്കുകയാണ്. R is the projection. ആ പ്രൊജക്ഷൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, 1:1 ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യണം. 1:1 പ്രൊജക്ഷൻ ഓഫ് ദ സർഫസസ് ടു എനി ഓഫ് ദി കോർഡിനേറ്റ് പ്ലെയിൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന കിട്ടുന്ന റീജിയനാണ് ആർ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആറിൻ്റെ
യൂണിറ്റ് നോർമൽ ആണ് പി. യൂണിറ്റ് നോർമൽ to the region R, that is P, and dA is the double integral in that coordinate plane. എങ്ങോട്ടാണ് പ്രൊജക്റ്റ് ചെയ്യണേ? So this is equal to dx dy if R is in the xy plane. If R is in the YZ plane, it is dy dz, and if R is in the XZ plane, it is dx dz. Okay. So unit normal അതുപോലെ തന്നെ R XY പ്ലെയിനിലാണെങ്കിൽ നമുക്ക് യൂണിറ്റ് നോർമൽ ആയിട്ട് K എടുക്കാം. R YZ പ്ലെയിനിലാണെങ്കിൽ യൂണിറ്റ് നോർമൽ ആയിട്ട് I എടുക്കാം. അത് അതിനനുസരിച്ചിട്ട് എടുക്കാം, എങ്ങോട്ടാണ് പ്രൊജക്ഷൻ എന്നുള്ളതിനനുസരിച്ചിട്ട് P എടുക്കാം. ഒരു ഐഡിയ കിട്ടിയോന്നറിയില്ല. ഇതിൻ്റെ തന്നെ പാരാമെട്രൈസേഷൻ മെത്തേഡ് അടുത്ത ദിവസം നമുക്ക് പറയാം. അതിന് മുന്നേ എന്താണ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയാം. എന്താ ഓക്കെ. സോ പാരാമെട്രൈസേഷൻ മെത്തേഡിൽ നമ്മൾ ഈ സർഫസസിനെ പാരാമെട്രൈസ് ചെയ്യും. പാരാമെട്രൈസ് ചെയ്തിട്ട് R of 2 പാരാമീറ്റേഴ്സ് ആയിട്ട് എഴുതും. R of UV എന്ന് പറഞ്ഞിട്ട് സംതിങ് ഇൻറ്റു I പ്ലസ് സംതിങ് ഇൻറ്റു സം G1 of UVI. So that is actually we are parameterizing the surfaces. On the surfaces നമ്മൾ എക്സിനെയും വൈനെയും ഇസഡിനെയും 3 പാരാമീറ്റേഴ്സിന് പകരം 2 പാരാമീറ്റേഴ്സിലാക്കി എഴുതും. സംതിങ് സം ടേം ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി, ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി എക്സും വൈയും ഇസഡും ഒക്കെ എഴുതിയിട്ട്, ആൻഡ് ആ പാരാമീറ്ററൈസേഷൻ വെച്ചിട്ടാണ് ഡി സിഗ്മ പറയുന്നത്. ഡി സിഗ്മ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ദി ക്രോസ് പ്രോഡക്റ്റ് ഡോ ആർ ബൈ ഡോ യു, the partial derivative of R with respect to the first parameter, dou R by dou V. അതിൻ്റെ cross product will be a vector, അതിൻ്റെ modulus du dv. So it will be a differential in the UV plane where U and V varies from some A to B and V varies from some C to D. അപ്പോൾ ഇതിൽ പ്രൊജക്ഷൻ മെത്തേഡും പാരാമെട്രൈസേഷൻ മെത്തേഡും, അതിൽ പ്രൊജക്ഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സർഫസിൻ്റെ പ്രൊജക്ഷൻ എന്താണെന്ന് അറിയണം. ഫങ്ഷൻ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. സർഫസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഫങ്ഷൻ കിട്ടും. പക്ഷെ അതെങ്ങനെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞാൽ നമുക്ക് അതിനെ പ്രൊജക്റ്റ് എങ്ങോട്ടാണ് 112 ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുകയെന്ന് അറിയുള്ളൂ. അതുപോലെ തന്നെ എന്തായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പ് അല്ലെങ്കിൽ റീജിയൻ എന്തായിരിക്കും എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ പാരാമെട്രൈസേഷൻ അറിയണമെങ്കിൽ, പാരാമെട്രൈസേഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ പാരാമെട്രൈസ് ചെയ്യാൻ അറിയണം ഒരു സർഫസിനെ. അപ്പോൾ ഇത് രണ്ടും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പാരാമെട്രൈസ് ചെയ്യാനുള്ള അടുത്ത ദിവസം പറയാം. ഒരു സർഫസിനെ പാരാമെട്രൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഓൾറെഡി സിലബസിൽ ഇല്ല, പക്ഷേ ഇത് ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് ചെയ്യണമെങ്കിൽ പാരാമെട്രൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഒരു ടിപ്സ് പറഞ്ഞുതരാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പാരാമെട്രൈസ് ചെയ്യാൻ പറ്റും ഏത് സർഫസിനെ ആണെങ്കിലും. പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്കത് പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ, ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ കേർവ് ഇരിക്കുകയെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റണം. അതായത് എന്താ ചിന്തിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു ഇക്വേഷൻ കാണുകയാണ്. ഇപ്പോൾ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മിക്കവാറും ഒരു കേർവിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ച് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ച് നോക്കി കുറച്ച് നമ്പേഴ്സൊക്കെ എടുത്തിട്ട് പ്ലോട്ട് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജനറലായി അറിയാം, ഒരു ലീനിയർ ഇക്വേഷൻ തരികയാണെങ്കിൽ അതൊരു ലൈനാണ് അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരികയാണെങ്കിൽ അതൊരു കോണിക് സെക്ഷനാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറലി അതൊരു കോണിക് സെക്ഷൻ ആയിരിക്കും എന്ന് മനസ്സിലാവും. അത് തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നാണോ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് പരാബോളയാണെന്നും അല്ല ഇതൊരു സർക്കിൾ ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ജനറലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു കോണിക് സെക്ഷൻ ആണെന്ന് മനസ്സിലാവും. അത് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ അത് ഏതാണ്, പരാബോളയാണോ എലിപ്സ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല ഇതൊന്നും അല്ലാതെ ഏതെങ്കിലും ഇക്വേഷൻ ആണ് വരണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് പോയിന്റ്സ് ഒക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റും അല്ലേ. ഇത് തന്നെ 3-dimensional സ്പേസിൽ നിങ്ങളൊന്ന് കുറച്ചും കൂടി എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എക്സ് വൈ പ്ലെയിനിലാണ് ഞാൻ പറയുന്നത്. എക്സ് വൈ പ്ലെയിനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വാട്ട് ഇസ് ദിസ് ഇസ് എ സർക്കിൾ. ഓക്കെ, ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആണെന്ന് അറിയാം. വിത്ത് സെൻറ്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് 1. ഇത് നിങ്ങൾക്ക് അറിയാം. ഇത് തന്നെ എക്സ് വൈ ഇസഡ് സ്പേസിലാണെങ്കിൽ എക്സ് വൈ ഇസഡ് സ്പേസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു കേർവിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു കേർവിൻ്റെ ഇക്വേഷൻ സ്പേസിൽ ഒരു കേർവിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ ആ കേർവിലുള്ള സ്പേസിലെ ഓരോ പോയിന്റും ഇസ് എ ട്രിപ്ലെറ്റ്. അപ്പോൾ ഒരു കേർവിൻ്റെ ഇക്വേഷൻ പറയണമെങ്കിൽ ഈ ട്രിപ്ലെറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈയും ഇസഡിനും തമ്മിലുള്ള റിലേഷൻ പറയണം. സോ ജനറലി എക്സ് വൈ സെഡ് സ്പേസിലെ ഒരു കേർവിൻ്റെ ഇക്വേഷൻ വിൽ ബി an ഇക്വേഷൻ കണക്റ്റിംഗ് ഇൻ 3 വേരിയബിൾസ് എക്സ് വൈ ആൻഡ് ഇസഡ്. ഓക്കെ, സോ എക്സ് വൈ ഇസഡിൻ്റെ റിലേഷൻ പറഞ്ഞാൽ നമുക്ക് ആ കേർവിലുള്ള ആർബിട്രറി പോയിന്റ്സ് തമ്മിലുള്ള പോയിന്റ്സ് എങ്ങനെ വരും എന്നൊക്കെ പറയാൻ പറ്റും. സോ ഇപ്പോൾ ഇതേ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ ഇത് എക്സ് വൈ സെഡ് സ്പേസിലാണ് ഇതേ ഇക്വേഷൻ പറയുന്നതെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഞാൻ എക്സ് വൈ സെഡ് സ്പേസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഇപ്പം ഇങ്ങനെ വരക്കാം. ഇതിനൊരു പ്ലെയിനെ പോലെയൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഒരു പ്ലെയിനാന്നൊക്കെ ആലോചിക്കണേ. ഇതൊരു പ്ലെയിൻ പോലെയാണ്. നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ 3 ആക്സിസ് കണ്ടാൽ മതി. ഇത് ഇസഡ് ആക്സിസ്, മുകളിലേക്ക് ഇസഡ് ആക്സിസ്, താഴെ നിങ്ങളുടെ റൂമിൻ്റെ തറയാണ് എക്സ് വൈ പ്ലെയിൻ എന്ന് വിചാരിക്കും. ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ എങ്ങനെ വരയ്ക്കും? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഇസഡിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഇസഡ് കോർഡിനേറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇസഡ് കോർഡിനേറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഇസഡ് കോർഡിനേറ്റ് എന്ത് വേണമെങ്കിലും ആവാം, അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഗിവൻ ഓൺലി എ കണ്ടീഷൻ കണക്റ്റിംഗ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഓഫ് ദി ആർബിട്രറി പോയിന്റ്സ് ഓൺ ദിസ് കർവ്. whereas z കോർഡിനേറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഇസ് അൺറെസ്ട്രിക്റ്റഡ്. സപ്പോസ് z ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കും. z ഈക്വൽ ടു 0, അതായത് z ഈക്വൽ ടു 0, z ആക്സിസിൽ 0, അതായത് എക്സ് വൈ പ്ലെയിൻ എന്ന് വിചാരിക്കാം. അതിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരക്കും? എക്സ് വൈ പ്ലെയിനിൽ z ഈക്വൽ ടു 0യിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 വരച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റ് സെൻറ്ററായിട്ട് 1 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ തറയിൽ കിട്ടും. സർക്കിളാണ് ഇത്, ഓവൽ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് സർക്കിൾ. ഓക്കെ, ഇനി അത് ഇസഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ, ഇസഡ് ഈക്വൽ ടു 1 ആകുമ്പോഴോ? ഇസഡ് ഈക്വൽ ടു 1 ആകുമ്പോൾ, സപ്പോസ് ഇതാണ് 1 ഡിസ്റ്റൻസ് എങ്കിൽ ഇസഡ് ഈക്വൽ ടു 1ൽ, അതായത് ഇസഡ് ഈക്വൽ ടു 1 ആകുമ്പോൾ എന്ന് വെച്ചാൽ എക്സും വൈയും അൺറെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇസഡ് ഈക്വൽ ടു 1. എക്സിനെ വൈനെ പറ്റി ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞാൽ ഇസഡ് കോർഡിനേറ്റ് 1 ആണ്. എക്സും വൈയും എന്ത് വേണമെങ്കിലും ആവാം. ആക്ച്വലി ഇറ്റ് ഇസ് എ പ്ലെയിൻ. ഈ പ്ലെയിനാണ്. ഈ പ്ലെയിൻ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഈ നിങ്ങളുടെ റൂമിൻ്റെ തറയിൽ നിന്ന് 1 യൂണിറ്റ് പൊങ്ങി നിൽക്കുന്ന പ്ലെയിൻ ആണ് ഇസഡ് ഈക്വൽ ടു 1. ഓക്കെ, സോ ദിസ് പ്ലെയിൻ ഇസ് ഇസഡ് ഈക്വൽ ടു 1. ആ പ്ലെയിനിൽ
ഇസഡ് ഈക്വൽ ടു 1 ആവുമ്പോൾ എന്താണ് ഈ ഇക്വേഷൻ്റെ പോയിന്റ്സ് വരുന്നത്? അതായത് ആ പ്ലെയിനിൽ ഈ കേർവിലെ പോയിന്റ്സ് ഏതൊക്കെ വരും എന്ന് ആലോചിക്കുകയാണ്. ഈ കേർവിലെ പോയിന്റ്സ് വരുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും നിങ്ങൾക്ക്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഈ എഗെയിൻ ഒരു സർക്കിൾ വരും. കറക്റ്റ്. എഗെയിൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസഡ് കോർഡിനേറ്റ് 1 ആണ്. സോ ഈ പോയിന്റിൽ നിന്ന് ഇസഡ് ആക്സിസിൽ നിന്ന് 1 ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സിന്റെ കളക്ഷനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എഗെയിൻ ആ സർക്കിൾ കിട്ടും ആ ഒരു ഡിസ്റ്റൻസിൽ. ഈ വീണ്ടും വേറെ ഇസഡുകൾ എടുത്ത് നോക്കി. ഇസഡ് ഈക്വൽ ടു 2 ആകുമ്പോൾ ഒരു സർക്കിൾ, ഇസഡ് ഈക്വൽ ടു 4 ആകുമ്പോൾ ഒരു സർക്കിൾ. ഒരേ റേഡിയസ് ഉള്ള സർക്കിളാണ് ഞാൻ വരക്കുമ്പോൾ ഒരേപോലെ ഇരിക്കണില്ല. സോ ഇസഡ് എന്ത് വേണമെങ്കിലും ആവാന്ന് വെച്ചാൽ ഇസഡ് ഇങ്ങനെ വേരി ചെയ്യുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് സർക്കിൾസ് സെൻറ്റേർഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓൺ ദി ഇസഡ് ആക്സിസ് കിട്ടും. സോ ഇറ്റ് മേക്സ് a cylinder. Centered at അല്ലെങ്കിൽ വിത്ത് ആക്സിസ് ഇസഡ് ആക്സിസ് ആയിട്ട് വരുന്ന ഒരു സിലിണ്ടർ ആണ്. ചുമ്മാ ഒരു കേർവ് അല്ല അല്ലേ, ഇതൊരു സർഫസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ ഒരു സർക്കിൾ ആണെങ്കിൽ എക്സ് വൈ സെഡ് സ്പേസിൽ അതൊരു സിലിണ്ടർ ആണ് എന്ന് മനസ്സിലായോ? അപ്പോൾ എക്സ് വൈ സെഡ് സ്പേസിൽ എനിക്ക് ഈ സർക്കിളിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഇതേ സർക്കിള് എക്സ് വൈ പ്ലെയിനിൽ ഒറിജിൻ സെൻറ്റർ ആയിട്ട് 1 റേഡിയസ് ഉള്ള സർക്കിള് സ്പേസിലും ഉണ്ടല്ലോ, സ്പേസിലും വരക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ സാധനം, ആ സർക്കിളിനെ എക്സ് വൈ സെഡ് സ്പേസിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യും? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ അത് സിലിണ്ടർ ആണ്. അപ്പോൾ 2 ഡയമെൻഷണൽ എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ വരച്ച എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ സ്പേസിൽ എന്തെന്ന് എഴുതും? അതേ സർക്കിളിൻ്റെ ഇക്വേഷൻ സ്പേസിൽ എഴുതുമ്പോൾ എന്തെന്ന് എഴുതും? എക്സ് വൈ സെഡ് സ്പേസിൽ എഴുതുമ്പോൾ എന്തെന്ന് എഴുതും? അറിയാവുന്ന ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തേ. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് അറിയണമെന്നൊന്നുമില്ല, ഇപ്പോൾ പറയും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഈ സർക്കിള് എക്സ് വൈ സെഡ് സ്പേസിൽ എന്തെന്ന് എഴുതും? ഈ സർക്കിള് ആലോചിച്ച് നോക്ക്, പറയാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 തന്നെയാണ്. ഇസഡോ? ഇസഡ് 0 ആണെങ്കിലാണ് നിങ്ങൾക്ക് എക്സ് വൈ പ്ലെയിനിലെ ആ സർക്കിൾ കിട്ടുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് മാത്രം പോരാ, കോമ ഇട്ടിട്ട് ഇസഡിനെ പറ്റി കൂടി പറയണം. ദിസ് ഡിനോട്ട്സ് ദി സർക്കിൾ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ centered at origin. Whereas x square plus y square equal to 1 എന്ന് മാത്രം പറഞ്ഞാൽ ഇവിടെ z is unrestricted, so that you will get a cylinder. ഓക്കെ, അപ്പം ഇതുപോലെ ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊജക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. സേ y is equal to x square. y is equal to x square. y is equal to x square ഞാനിവിടെ എക്സ് വൈ പ്ലെയിനിലാണ് പറയുന്നുകൊണ്ടിരിക്കുന്നത്. എക്സ് വൈ പ്ലെയിനിൽ ഈ വരയുടെ ഇപ്പുറത്തെ എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പോൾ എങ്ങനെ വരക്കും ഇത്? y is equal to x square. ഇപ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ ആണെങ്കിൽ y is equal to x square ഇതാ ഇങ്ങനെ ഇരിക്കും. വൃത്തിയായിട്ടല്ല ചെയ്യണം, ഏകദേശം എനിക്ക് ഇങ്ങനെയൊക്കെ വരക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ഇരിക്കും. y is equal to x square ഒരു പരാബോളയാണ്. സോ ദിസ് ഇസ് എ പരാബോള. ഇതിങ്ങനെ പോട്ടെ, ഇൻഫിനിറ്റ് ആയിട്ട് പോകും. പോട്ടെ. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കോണിക് സെക്ഷൻ അറിയാവുന്നതുകൊണ്ട് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ വേണമെങ്കിൽ എഴുതാം. അതല്ല, പോയിന്റ്സ് എടുത്തിട്ട് 0ന്റെ സ്ക്വയർ 0, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, ഇങ്ങനെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വരക്കാം.
ഇതേ ഇക്വേഷൻ XYZ സ്പേസിലേക്ക് വരുമ്പോൾ എന്താവും? y is equal to x square. എന്താവും എന്നൊന്ന് ആലോചിച്ച് പറഞ്ഞു. ഇത് x ആക്സിസ് ആണെന്ന് വിചാരിക്കൂ, ഇത് y ആക്സിസ്, അല്ലെങ്കിൽ തിരിച്ച് ഇത് y ആക്സിസ് ആകണമെങ്കിൽ അങ്ങനെ. ഏതാണ് വരക്കാൻ എളുപ്പം? എനിക്ക് ഇത് y ആക്സിസ് ആയിരിക്കും ആണെന്ന് തോന്നണം, കാരണം ഇങ്ങനെ വരക്കാലോ അല്ലേ. ഇത് z ആക്സിസ്, തിരിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ വരക്കാം. ഇത് y, ഇത് z ആണെങ്കിൽ XY പ്ലെയിൻ നോക്കുക. XY പ്ലെയിനിൽ ഇസഡിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇസഡ് ഈക്വൽ 0 ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് x ഈക്വൽ ടു 0 0 0 അല്ലേ, y ഈസ് ഈക്വൽ ടു x സ്ക്വയർ. ഇസഡ് ഈക്വൽ ടു 1 ആണെങ്കിലോ y ഈസ് ഈക്വൽ ടു x സ്ക്വയർ. ഇസഡ് എന്തായാലും y ഈസ് ഈക്വൽ ടു x സ്ക്വയർ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എക്സും വൈയും എങ്ങനെയൊക്കെ വരിക? 0 0 0 ഉണ്ട്, പിന്നെ x1ഉം എക്സിൻ്റെ സ്ക്വയർ ആണ് y അല്ലേ. സോ വേണമെങ്കിൽ x ഈക്വൽ ടു 1 y ഈക്വൽ ടു 1 ആവാം, x ഈക്വൽ ടു -1 y ഈക്വൽ ടു 1 ആവാം, x ഈക്വൽ ടു 2 y ഈക്വൽ ടു 4 ആവാം, x ഈക്വൽ ടു -2 y ഈക്വൽ ടു 4 ആവാം. ഇസഡ് 0 ആവുന്ന എല്ലാ പോയിന്റ്സും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് XY പ്ലെയിനിലൊരു എന്ത് കിട്ടും? ഇതിപ്പോൾ എങ്ങനെ വരക്കും? XY പ്ലെയിൻ പരാബോള എക്സ്, ഇത് y അല്ലേ, അപ്പോൾ ഇങ്ങനെ വരക്കേണ്ടി വരും അല്ലേ. വരക്കലൊരു സുഖമാവില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു തന്നെ ഇടാം വര, അല്ലെങ്കിൽ ഒരു ശരിയാവില്ല. അപ്പം ഇത് y, ഇത് z തന്നെയാണെങ്കിൽ വരക്കാൻ എളുപ്പമുള്ളത് ഇങ്ങനെ വരക്കാം. ഇതാണ് XY പ്ലെയിനിൽ പരാബോള. z ഈക്വൽ ടു 0 ആകുമ്പോൾ യു വിൽ ഗെറ്റ് പരാബോള ഇൻ ദി XY പ്ലെയിൻ. z ഈക്വൽ ടു 1 ആകുമ്പോഴോ എഗെയിൻ യു വിൽ ഗെറ്റ് ഒരേപോലെയൊക്കെ ഏകദേശം ഇരിക്കുന്ന ഒരു പരാബോള കിട്ടും. z ഈക്വൽ ടു വേറെ എന്തെങ്കിലും വരുമ്പോഴോ വീണ്ടും ഒരു പരാബോള കിട്ടും. അപ്പോൾ z അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഇവിടെ ഇസഡിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് z വേരി ചെയ്യണ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് പരാബോള ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതേപോലെ പാരലായിട്ട് അല്ലേ കുറേ പരാബോളകൾ ഇങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ ആസ് z വേരീസ് 0 തുടങ്ങി ഇങ്ങനെ വേരി ചെയ്യുമ്പോൾ മനസ്സിലാവുണ്ടോ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന്? ഇതിവിടെ നിന്ന് നിൽക്കില്ല, ഇതിങ്ങനെ പോവും. ഇതിപ്പോൾ ഞാൻ z ഈക്വൽ ടു 0 തുടങ്ങി z ഈക്വൽ ടു സം ഏതെങ്കിലും ഒരു പോയിന്റ് വരെ z ഈക്വൽ ടു 5 വരെയാണ് പറഞ്ഞേക്കണെന്ന് വെച്ചോ. z അൺറെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ ഇതിങ്ങനെ പോവും. പക്ഷെ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഷേപ്പ് നിങ്ങളിപ്പോൾ വെള്ളം പോകാനൊക്കെ വയ്ക്കുന്ന ഒരു PVC പൈപ്പിനെ, ഞാൻ വരച്ചേക്കുന്നതനുസരിച്ച് ഒരു PVC പൈപ്പിന് പകുതി മുറിച്ചാൽ എങ്ങനെ ഇരിക്കണ്ടോ അങ്ങനെ. പക്ഷെ ഇത് ഞാൻ വരച്ചേക്കുന്നതായതുകൊണ്ടാണ്. ശരിക്കുള്ള y ഈക്വൽ ടു x സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇത് ഇവിടെ നിൽക്കില്ലല്ലോ. പരാബോള ഇങ്ങനെ പോവും ഇൻഫിനിറ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ഒരു പരാബോളേനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വലിച്ചു നീട്ടിയാൽ കിട്ടുന്ന ഒരു പാത്ത് പോലത്തെ സാധനം അല്ലേ, അതാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രാഫ്. സർഫസ് ആണ് വരുന്നത്, സർഫസ് ആണ് കിട്ടിയത്. അതിനെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിനെ പറയുന്ന സിലിണ്ടർ തന്നെയാണ്. കാരണം ഒരു പെർട്ടിക്കുലർ ആക്സിസിനെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കർവിനെ ഒരു ആക്സിസിനെ അലോങ് ആയിട്ട് വലിച്ചു കിട്ടുന്ന ഏത് കർവിനെയും ഏത് സർഫസിനെയും നമ്മൾ സിലിണ്ടർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് അതിനെ എന്ത് പറയുന്നത്, അതിന് ഓരോ പേര് പറയുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷൻ സർക്കിൾ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ സിംപ്ലി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന റൈറ്റ് സർക്കുലർ സിലിണ്ടറാണ്. ഇത് ആക്ച്വലി ക്രോസ് സെക്ഷൻ പരാബോളയാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ പരാബോളിക് സിലിണ്ടർ എന്നാണ് വിളിക്കാം. അല്ല സിലിണ്ടർ തന്നെ, പക്ഷെ വേറെ പേര് വിളിക്കും, പരാബോളിക് സിലിണ്ടർ എന്ന് വിളിക്കും. സോ യു ഗെറ്റ് എ പരാബോളിക് സിലിണ്ടർ ഇൻ ദിസ് കേസ്. ഇത് തന്നെ നേരത്തെ പറഞ്ഞ
എന്താ പരാബോള എക്സ് വൈ സെറ്റ് സ്പേസിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് വെച്ചാൽ y is equal to x square എന്ന് എഴുതിയിട്ട് z equal to 0 എന്നും കൂടെ കൊടുക്കാം. എന്നാലേ ഇത് നമ്മുടെ എക്സ് വൈ പ്ലെയിനിലെ പരാബോളയാണ്. പരാബോള y is equal to x square in the xy plane z equal to 0. ഓക്കെ, അതേസമയം y is equal to x square എന്ന് മാത്രം പറഞ്ഞാൽ z is unrestricted. y is equal to x square എന്ന് മാത്രം പറഞ്ഞാൽ z is unrestricted. So you will get a parabolic cylinder in the xyz space. You get a surface. ഇതേപോലെ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് പറ്റുമോ? ഒരു ഇനി നമുക്ക് അറിയേണ്ടത് ഇത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാന്നാണ്. പ്രൊജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ